ലൈഫിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒഴിവാക്കണം, വിച്ച് ഈസ് നെഗറ്റീവ് ടോക്ക്. നമ്മളോട് തന്നെ പറയുന്ന നെഗറ്റീവ് ടോക്ക്, സെൽഫ് നെഗറ്റീവ് ടോക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടോക്സിക് ആണ്. നിങ്ങൾ ഇതിന്റെ ലൈഫ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല, എനിക്ക് ബുദ്ധിയില്ല, ഞാൻ പൊട്ടനാണ്, അല്ലെങ്കിൽ എന്നെക്കാണ് അത്ര ഭംഗിയില്ല. അതായത് നിങ്ങളെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളോട് തന്നെ എടുത്തിട്ട് പറയാം. ഇത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറയുന്നത് തീരെ എഫക്ട് ചെയ്യൂല. ഇത് എഫക്ട് ചെയ്യുക എപ്പോന്ന് വെച്ചാൽ കളക്റ്റീവ് ആയിട്ടുള്ള എഫക്ട് ആണ്. ഇത് ആ ആക്ഷൻ എടുക്കുന്ന ടൈമാണ്. നിങ്ങൾ ചിലപ്പോൾ അതിലേക്ക് സിമ്പതിക്ക് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാം, അതായത് എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ടൊന്നും ആവൂല, എനിക്ക് അത്ര ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യം സിമ്പതിക്ക് ആൾക്കാർ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് പറയാം സെൽഫ് നെഗറ്റീവ് ടോക്ക്. പക്ഷേ ഇതിന്റെ എഫക്ട് നിങ്ങളിപ്പോ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ഓപ്പർച്യൂണിറ്റി വന്നാൽ ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെൽഫ് നെഗറ്റീവ് ടോക്ക് ഒന്നും ചെയ്യാൻ തോന്നൂല. പക്ഷേ ബാക്കിൽ ഒരു കാര്യം വിരിക്കും നിങ്ങള്, അതായത് ഒരു എഫക്ട് ഉണ്ടാവും. അന്ന് പറഞ്ഞ നെഗറ്റീവ് സെൽഫ് ടോക്കിന്റെ എഫക്ട് അന്ന് ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഉണ്ടാവുക. സോ അങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുക. സെൽഫ് നെഗറ്റീവ് ടോക്ക് രണ്ട് കാര്യം ഇല്ലാണ്ടാക്കും. ഫസ്റ്റ് ചെയ്യുന്നത് സെൽഫ് ലവ്, അത് അതിലേ പോകും. രണ്ടാമത്തത് കോൺഫിഡൻസ്, ഇത് ഡെൽറ്റ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ ജയിക്കാൻ പറ്റൂ. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിട്ട് ലെവലപ്പ് ചെയ്യാൻ പറ്റൂ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ തോക്കേണ്ട സാധ്യത കൂടി ലൈഫിൽ. സോ ലൈഫിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ചെയ്താൽ മതി. ഫസ്റ്റ് ചെയ്തത് സെൽഫ് ലവും കോൺഫിഡൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് നിലയിൽ നിർത്താൻ വേണ്ടിയിട്ട് സെൽഫ് നെഗറ്റീവ് ടോക്ക് കുറക്കാം. രണ്ടാമത്തേത് നിങ്ങൾ നിങ്ങളോട് തന്നെ കൈൻഡ് ആയിട്ട് നിൽക്കാം. യെസ്, ലൈഫിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്.